ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ അലമാരയിലെയോ ബാത്റൂമിലെയോ ഒക്കെ കണ്ണാടികളുടെ തിളക്കം നഷ്ടപ്പെട്ടോ? എത്ര തുടച്ചാലും ആ പുതിയ ലുക്ക് കിട്ടുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ ഇനി ഒട്ടും വിഷമിക്കേണ്ട. വിനാഗിരിയോ കടയിൽ നിന്ന് വാങ്ങുന്ന വില കൂടിയോ ക്ലീനറുകളോ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വെറും 4 സാധനങ്ങൾ ഉപയോഗിച്ച് കണ്ണാടി എങ്ങനെ പളപള തിളങ്ങുന്നു പുതിയതുപോലെ ആകാമെന്ന് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലെ കണ്ണാടി. അത്യാവശ്യം നല്ല മങ്ങലും പാടുകളൊക്കെ ഇതിലുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അധികം ക്ലീൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ഇത് ലൈവായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വിനാഗിരിയോ കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള വെറും 4 സാധനങ്ങൾ ഉപയോഗിച്ച് ഈ മങ്ങിയ കണ്ണാടി എങ്ങനെ പളപള തിളങ്ങുന്നു പുതിയതുപോലെ ആകാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വളരെ സിമ്പിളാണ്. അല്പം വെള്ളത്തിൽ ഏതെങ്കിലും ഒരു ഷാമ്പുവോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് കയ്യിലുണ്ടെങ്കിൽ അതും വെള്ളത്തിൽ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു തുണിയിൽ മുക്കി കണ്ണാടിയിൽ നന്നായി തുടയ്ക്കാം കേട്ടോ. കണ്ണാടിയിലെ വിരലടയാളങ്ങളും എണ്ണമയോ മാറാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണാടിയിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ സോപ്പ്, അതായത് ഷാമ്പൂ എന്ന് പറയുമ്പോൾ സോപ്പ് പോലെയാണല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ അതെല്ലാം മാറുന്നുണ്ട്. ഞാൻ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മാഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഈ ഷാമ്പു ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണാടിയിലുള്ള കടുപ്പമേറിയ എണ്ണമയവും വിരലടയാളവും ഒക്കെ കളയാൻ ഷാമ്പുവിന് പ്രത്യേക കഴിവുണ്ട്. സാധാരണ വെള്ളം കൊണ്ട് തുടയ്ക്കുന്നതിനേക്കാൾ ഇരട്ടി തിളക്കം ഇത് നൽകും കേട്ടോ. മറ്റ് കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന രൂക്ഷഗന്ധത്തിന് പകരം ഷാമ്പു ഉപയോഗിക്കുമ്പോൾ വീട്ടിനുള്ളിൽ നല്ലൊരു സുഗന്ധവും കൂടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ തുടച്ച് മാറ്റുവാണ്. ഇതിപ്പം എൻ്റെ വീട്ടിൽ 3 തരം കണ്ണാടികളുണ്ട്. ഒന്ന് അലമാരയിലെ കണ്ണാടിയും, പിന്നെ നമ്മൾ കൈ കഴുകുമ്പം വാഷ് ബേസിൻ്റെ അവിടെ ഒരു കണ്ണാടി വയ്ക്കുമല്ലോ, അവിടെ ഈ 3 രീതിയിലുള്ള കണ്ണാടികളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം റിസൾട്ട് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം അഴുക്കെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ബേക്കിംഗ് സോഡയാണ്. കണ്ണാടിയിൽ കടുപ്പമേറിയ കറകളുണ്ടെങ്കിൽ ഈ പേസ്റ്റ് അല്പം പുരട്ടി 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. വിനാഗിരി ഇല്ലാതെ വെറും വെള്ളത്തിൽ എങ്ങനെ ബേക്കിംഗ് സോഡ ക്ലീൻ ആക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? പക്ഷേ ബേക്കിംഗ് സോഡ വെറും വെള്ളത്തിൽ ചേർത്ത് തുടച്ചാലും വിനാഗിരിയേക്കാൾ നല്ല റിസൾട്ട് കിട്ടും. കണ്ണാടിയിലെ കുറേ കാലമായുള്ള വെള്ളത്തിൻ്റെ പാടുകളോ മറ്റ് കടുപ്പമേറിയ കറകളോ ഉണ്ടെങ്കിൽ അത് കളയാൻ ബേക്കിംഗ് സോഡ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ബേക്കിംഗ് സോഡ ഇട്ട് തുടയ്ക്കുമ്പോൾ ക്ലീനായി വരുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം അഴുക്ക് മാഞ്ഞ് വരുന്നത് കണ്ടോ? ആ വെള്ളപ്പാടുകളെല്ലാം നല്ല രീതിയിൽ മാഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് നാരങ്ങ നീരാണ്. ഇതിനായി നമ്മളൊരു പുതിയ നാരങ്ങ എടുത്ത് മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് കളയുമല്ലോ, ആ തൊണ്ട് എടുത്താൽ മതി. നാരങ്ങ വെറുതെ ഇതിനായി മാത്രം കളയണ്ടല്ലോ. ആ തൊണ്ടിൽ ബാക്കിയുള്ള അല്പം നീരും അതിലെ തൊലിയിലുള്ള സിട്രിക് ആസിഡും കണ്ണാടിയിലെ അഴുക്കിനെ പെട്ടെന്ന് അലിയിച്ച് കളയാൻ സഹായിക്കും. മാത്രമല്ല കണ്ണാടിക്ക് നല്ലൊരു തിളക്കവും ഒപ്പം മുറിയിൽ നല്ലൊരു നാരങ്ങയുടെ ഫ്രഷ് മണവും കിട്ടും കേട്ടോ. അങ്ങനെ തേക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നാരങ്ങ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ്. കണ്ണാടിയിലെ മങ്ങൽ മാറ്റുന്നത് എത്രത്തോളം സഹായിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസാനത്തെ ഏറ്റവും വെറൈറ്റിയുമായ ടിപ്പാണ് ചായവെള്ളം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചായവെള്ളം കൊണ്ട് എങ്ങനെ കണ്ണാടി വൃത്തിയാക്കുമെന്ന്. പക്ഷേ ഇതാണ് നമ്മുടെ പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ വിദ്യ. ചായപ്പൊടിയിലുള്ള ടാനിക് ആസിഡ് കണ്ണാടിയിലെ കടുപ്പമേറിയ അഴുക്കിനെ അലിയിച്ച് കളയാൻ സഹായിക്കും. ഇത് കണ്ണാടിയിൽ ഒരു പ്രത്യേക തിളക്കവും നൽകും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞ് ബാക്കി വരുന്ന ആ മട്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് മട്ടീനെ പറയുന്നത്, അല്പം കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് കണ്ണാടി തിളക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര ഇടാത്ത കടുപ്പത്തിലുള്ള ചായവെള്ളം തണുത്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലോ തുണിയിലോ ആക്കി കണ്ണാടി തുടച്ചു നോക്കൂ. ഇതിലെ ടാനിക് ആസിഡ് കണ്ണാടിയിലെ എല്ലാ മങ്ങലും മാറ്റി പുത്തൻ പോലെ തിളങ്ങാൻ സഹായിക്കും. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കില്ല. അത്രയ്ക്ക് റിസൾട്ടാണ് ഇതിന്. അതിനു മുമ്പായിട്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. ഈ 4 ടിപ്പുകൾ ഉപയോഗിച്ച് അവസാനമായി നമ്മളൊരു ന്യൂസ് പേപ്പർ കൊണ്ട് വേണം തുടയ്ക്കാൻ. എന്തിനാണ് ന്യൂസ് പേപ്പർ എന്ന് ചോദിച്ചാൽ, സാധാരണ തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ കണ്ണാടിയിൽ നൂലുകൾ പറ്റിപ്പിടിക്കാറുണ്ട്. പക്ഷേ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാൽ യാതൊരു പാടുമില്ലാതെ കണ്ണാടി പളപള തിളങ്ങും. ഇതിലെ മഷി തന്നെ കണ്ണാടിക്ക് ഒരു പ്രത്യേക ഷൈനിങ് നൽകാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ പഴയ മങ്ങിയ കണ്ണാടി ഇപ്പോൾ തിളങ്ങുന്നത് കണ്ടില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചായവെള്ളം കൊണ്ടുള്ള റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏത് ടിപ്പാണ് ഏറ്റവും അത്ഭുതകരമായി തോന്നിയെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള നാച്ചുറൽ ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.